ഹലോ ഫ്രണ്ട്സ്, സോളാർ എനർജിയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട എനർജി ലഭിക്കുന്നത്. പഴയ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടമാണ് ഫോസിൽ ഫ്യൂവലായിട്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾസാണ് ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ഡീസൽ, കൽക്കരി എന്നിവ. ഈ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഗ്രീൻ ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇവയെല്ലാം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നുണ്ട്. ഇത് കാരണം അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടി വരികയാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും 0.3 ഡിഗ്രി ആയിട്ട് അന്തരീക്ഷത്തിൻ്റെ കൂടി വരികയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ എനർജി സോഴ്സായ സോളാർ എനർജി നേരിട്ടിട്ട് നമുക്ക് എനർജി സോഴ്സായിട്ട് ഉപയോഗിച്ചുകൂടാ? ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമുക്ക് സോളാർ പ്ലാന്റ് വീടുകളിൽ സ്ഥാപിക്കുക എന്നുള്ളത്. ഈ സോളാർ എനർജി നമ്മൾ നേരിട്ട് നമ്മുടെ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ 2 പ്രയോജനമാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ്, ഈ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കാനുള്ള ചെലവ് വളരെ കുറവാണ്. രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ആഗോള താപനില നമുക്ക് ഇപ്പോഴത്തെ തന്നെ നിലനിർത്താനും സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഒരുപാട് വർദ്ധിക്കുകയും വേനൽക്കാലങ്ങളിൽ AC ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ സോളാർ എനർജീനെ നേരിട്ടിട്ട് നമ്മുടെ എനർജി സോഴ്സായിട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കൊല്ലം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്.